വിപണിയിൽ അടുത്ത കാലത്തൊന്നും കാണാത്ത വിധം അത്ഭുതപൂർവമായ വിലവർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത് വൻ കുതിപ്പാണ്. ഇന്നലെ, അതായത് ഓഗസ്റ്റ് 5 ബുധനാഴ്ച വിപണിയിൽ 2 തവണയാണ് സ്വർണ്ണവില ഉയർന്നതെങ്കിൽ ഇന്ന് ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച രാവിലെ വിപണി തുറന്നപ്പോൾ വില വീണ്ടും കുത്തനെ ഉയർന്നു. കണക്കുകൾ പരിശോധിച്ചാൽ ഇന്നലെ രാവിലെ ഗ്രാമിന് 160 രൂപയും ഉച്ചയ്ക്ക് വീണ്ടും 100 രൂപയും ഉയർന്ന് 22 ക്യാരറ്റ് പവന് 1,07,680 എന്ന നിരക്കിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ 9:20 ഗ്രാമിന് ഒറ്റയടിക്ക് 265 രൂപയുടെ കൂറ്റൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ മാത്രമുണ്ടായ 3 ഘട്ടങ്ങളിലെ വിലവർധനവ് കണക്കാക്കിയാൽ 1 ഗ്രാം സ്വർണത്തിന് ആകെ 525 രൂപയും 1 പവൻ സ്വർണത്തിന് 4,200 രൂപയുമാണ് കുതിച്ചുയർന്നിരിക്കുന്നത്. ഇന്ന് വിപണിയിലെ പുതിയ നിരക്കുകൾ പ്രകാരം 22 ക്യാരറ്റ് സ്വർണം 1 ഗ്രാമിന് 13,725 രൂപയും 1 പവന് 1,09,800 രൂപയും 18 ക്യാരറ്റ് സ്വർണത്തിന് 1 ഗ്രാമിന് 11,275 രൂപയും 8 ഗ്രാമിന് 9,200 രൂപയുമാണ് വില. വെള്ളി വില 1 ഗ്രാമിന് 240 രൂപയും 10 ഗ്രാമിന് 2,400 രൂപയുമാണ് നിലവിലെ വില. എന്തുകൊണ്ടാണ് പെട്ടെന്ന് സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയരുന്നത്? ഈ ഓണക്കാലത്ത് വിപണിയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിക്ഷേപകരും സാധാരണക്കാരും ഇപ്പോൾ സ്വർണം വാങ്ങണോ, വിൽക്കണോ, അതോ കാത്തിരിക്കണോ? നമുക്ക് കൃത്യമായ വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. പെട്ടെന്നുണ്ടായ ഈ വിലവർധനവിനെ കുറിച്ചും ഓണവിപണിയെക്കുറിച്ചും കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ വ്യക്തമാക്കുന്നത് ജൂലൈ മാസത്തിലെ US ADP തൊഴിൽ സ്വകാര്യ റിപ്പോർട്ട് പ്രതീക്ഷിച്ചതുപോലെ 44,000 തൊഴിലവസരങ്ങളുടെ വർധന രേഖപ്പെടുത്തിയതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അന്താരാഷ്ട്ര സ്വർണ്ണവില ശക്തമായ നിലപാട് തുടരുകയാണ്. കഴിഞ്ഞ രാത്രി നേടിയ നേട്ടം നിലനിർത്തിക്കൊണ്ട് സ്വർണം ഔൺസിന് $4,200 മുകളിലാണ് വ്യാപാരം നടത്തുന്നത്. തൊഴിൽ വിപണിയിൽ പ്രതീക്ഷിച്ചതിലും ദുർബലമായ സാഹചര്യം തുടരുന്നതായാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന വിപണി പ്രതീക്ഷ ശക്തിപ്പെടുത്തി. അതിന്റെ പ്രതിഫലനമായാണ് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ നിക്ഷേപകരെത്തുന്നത്. ഡോളറിന്റെയും ട്രഷറി ബോണ്ട് വരുമാനത്തിന്റെയും ചലനങ്ങൾക്കൊപ്പം ഫെഡറൽ റിസർവിന്റെ തുടർനയ നിലപാടുകളിലും വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയുടെ ദിശ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും പലിശ നിരക്ക് പ്രതീക്ഷകളും സ്വർണത്തിന് അനുകൂലമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. കേരളത്തിൽ ഇന്നലെ 2 തവണയാണ് വിലവർധനവുണ്ടായത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കുറഞ്ഞു നിന്ന സ്വർണ്ണവിലയിലെ ഈ പെട്ടെന്നുള്ള ഉയർച്ച വിപണിയെ ബാധിച്ചേക്കില്ല. അന്താരാഷ്ട്ര വിപണിയിൽ വിലവർധനവ് തുടരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന ഓണം വിപണിയിലും സ്വർണത്തിന് വിലവർധനവിനാണ് സാധ്യത. രാജ്യാന്തര വിപണിയിലും ഇന്ത്യൻ വിപണിയിലും സ്വർണ്ണവില ഇത്ര വേഗം ഉയരാൻ കാരണം പ്രധാനമായും 10 ആഗോള ദേശീയ ഘടകങ്ങളാണ്. ഒന്നാമത്തത് US ഡോളറിന്റെ തകർച്ച. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഡോളർ ഇൻഡെക്സ് ദുർബലമായി. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം ഡോളറിലാണ് വ്യാപാരം നടക്കുന്നത് എന്നതിനാൽ ഡോളർ ദുർബലമാകുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്നത് ലാഭകരമാവുകയും ആഗോളതലത്തിൽ സ്പോട്ട് ഗോൾഡ് ഡിമാൻഡ് ഉയരുകയും ചെയ്യുന്നു. രണ്ടാമത്തത് US ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷകൾ. അമേരിക്കൻ ഫെഡറൽ റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ നിലവിൽ 3.50% മുതൽ 3.75% വരെയുള്ള പരിധി നിലനിർത്തിയെങ്കിലും വരും മാസങ്ങളിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചന നൽകി. പലിശ നിരക്ക് കുറയുമ്പോൾ ബോണ്ട് ഈൽഡുകൾ താഴുകയും ആളുകൾ സുരക്ഷിതമായ നിക്ഷേപമായ സ്വർണത്തിലേക്ക് പണം മാറ്റുകയും ചെയ്യുന്നു. മറ്റൊന്ന് ഹോർമുസ് കടലിടുക്കിലെയും പശ്ചിമേഷ്യയിലെയും യുദ്ധഭീതി. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഭാഗത്തും മിഡിൽ ഈസ്റ്റിലും നിലനിൽക്കുന്ന സൈനിക സംഘർഷങ്ങൾ ആഗോള വ്യാപാരത്തിന് ഭീഷണിയാകുമ്പോൾ വൻകിട നിക്ഷേപകർ തങ്ങളുടെ പണം സുരക്ഷിത താവളമായ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നു. ക്രൂഡ് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടം. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾ പണപ്പെരുപ്പ ഭീതി ഉയർത്തുന്നുണ്ട്. പണപ്പെരുപ്പത്തിൽ നിന്ന് മൂല്യം ചോർന്നു പോകാതിരിക്കാൻ സ്ഥാപനങ്ങൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നു. മറ്റൊന്ന് RBI റിപ്പോ റേറ്റ്. ഇന്ത്യൻ റിസർവ് ബാങ്ക് തങ്ങളുടെ ബെഞ്ച്മാർക്ക് പലിശ നിരക്ക് 5.25% മാറ്റമില്ലാതെ നിലനിർത്തി. ഇന്ത്യൻ രൂപയുടെ തകർച്ച. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ നേരിടുന്ന മൂല്യത്തകർച്ച സ്വർണത്തിന്റെ ഇമ്പോർട്ട് കോസ്റ്റ് കുത്തനെ കൂട്ടുന്നു. ഇന്ത്യ തങ്ങൾക്കാവശ്യമായ സ്വർണത്തിന്റെ 80%-ലധികവും ഇറക്കുമതി ചെയ്യുന്നതിനാൽ രൂപ ദുർബലമാകുമ്പോൾ ലോക്കൽ മാർക്കറ്റിൽ വില നേരിട്ടുയരും. സെൻട്രൽ ബാങ്കുകളുടെ വൻതോതിലുള്ള സ്വർണം വാങ്ങൽ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തിലെ വിവിധ കേന്ദ്ര ബാങ്കുകൾ തങ്ങളുടെ ഫോറക്സ് റിസർവ് സുരക്ഷിതമാക്കാൻ ടൺ കണക്കിന് സ്വർണമാണ് വാങ്ങിക്കൂട്ടുന്നത്. US സാമ്പത്തിക കണക്കുകൾ.
ആഗോള കമ്മോഡിറ്റി വിപണി അമേരിക്കയിൽ നിന്നുള്ള തൊഴിൽ കണക്കുകളെയും സാമ്പത്തിക ഡേറ്റകളെയും ഉറ്റുനോക്കുന്നുണ്ട്. അപകട സാധ്യത ഒഴിവാക്കാൻ ട്രേഡർമാർ കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളിൽ സ്വർണം വാങ്ങിവെക്കുന്നു. അതുപോലെ വെള്ളിവിലയിലെ കൂറ്റൻ മുന്നേറ്റം. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ വെള്ളിവിലയിലുണ്ടായ വൻ മുന്നേറ്റം മുഴുവൻ പ്രഷ്യസ് മെറ്റൽ സെക്ടറിനെയും മുകളിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇന്ന് വെള്ളി ഗ്രാമിന് 240 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. അതോടൊപ്പം ഓണം, ദീപാവലി, വരാനിരിക്കുന്ന വിവാഹ സീസൺ എന്നിവ കണക്കിലെടുത്ത് പ്രാദേശിക വിപണിയിലും ജ്വല്ലറികളിലും സ്വർണത്തിന് വലിയ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത്. ഇത്രയും ഉയർന്ന വിലയിൽ നിൽക്കുമ്പോൾ സാധാരണക്കാരായ ചെറുകിട നിക്ഷേപകർ എന്താണ് ചെയ്യേണ്ടത്? പുതിയ നിക്ഷേപകർ വില പെട്ടെന്ന് ഉയർന്നത് കൊണ്ട് ഭയം മൂലം ഒരുമിച്ച് വൻ തുക സ്വർണത്തിൽ നിക്ഷേപിക്കരുത്. നിങ്ങളുടെ ആകെ പോർട്ട്ഫോളിയോയുടെ 5% മുതൽ 10% വരെ മാത്രം സ്വർണത്തിനായി മാറ്റിവെക്കുക. ആഭരണങ്ങൾ മാത്രം വാങ്ങുന്നവർ തികച്ചും സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കുക. കാരണം മേക്കിംഗ് ചാർജ്, GST, സ്റ്റോറേജ് റിസ്ക് എന്നിവ ലാഭത്തെ കുറയ്ക്കും. ഇതിന് പകരം ഗോൾഡ് ETF, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് എന്നിവ വഴി വില കുറയുന്ന ഘട്ടങ്ങളിൽ SIP പോലെ ചെറിയ തുക നിക്ഷേപിക്കുക. നിങ്ങളുടെ കയ്യിൽ നിലവിൽ ഫിസിക്കൽ ഗോൾഡോ സോവറിൻ ഗോൾഡ് ബോണ്ടുകളോ ഉണ്ടെങ്കിൽ അത് വിൽക്കാതെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ മാർഗം. എപ്പോഴാണ് സ്വർണം വിൽക്കേണ്ടത് എന്നത് പ്രധാന ചോദ്യമാണ്. നിങ്ങളുടെ ആകെ സ്വത്തിന്റെ 15% കൂടുതൽ സ്വർണത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അടിയന്തരമായി കുടുംബാവശ്യങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യാനായി നമുക്ക് ഭാഗികമായി സ്വർണം ബുക്ക് ചെയ്യാം. വരും ദിവസങ്ങളിൽ അമേരിക്കൻ തൊഴിൽ കണക്കുകളും അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയുമായിരിക്കും സ്വർണത്തിന്റെ അടുത്ത ദിശ നിർണ്ണയിക്കുന്നത്. അതിനാൽ വിപണിയിലെ പെട്ടെന്നുള്ള കുതിച്ചുചാട്ടങ്ങൾക്ക് പിന്നാലെ ഓടാതെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ കൃത്യമായി പിന്തുടരുക. ഇന്നത്തെ ഈ സ്വർണ്ണവില വർധനവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തൂ. കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി ET മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.